ഹായ് ഓൾ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൽ പേജ് നമ്പർ 26 കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. സോ ഇത് പാർട്ട് 8 വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ നേരിട്ട് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചോദ്യം ചെയ്യാൻ ആവശ്യമായ കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ടേം കണക്ഷൻ എന്ന് പറയുന്നുള്ള ഒരു സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. നോക്കിക്കോ, ഇതൊരു 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. എന്താണ് ഈ കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, അടുത്തടുത്ത ടേംസ്. ഫോർ എക്സാമ്പിൾ 5, 10, 15, 20 അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൽ അടുത്തുള്ള ഏതെങ്കിലും 3 ടേംസ്, ഫോർ എക്സാമ്പിൾ 5ഉം 10ഉം 15ഉം അടുത്ത് കിടക്കുന്ന 3 ടേംസ് ആണല്ലോ. ഇനി അതല്ലെങ്കിൽ 10ഉം 15ഉം 20ഉം ഇതും അടുത്ത് കിടക്കുന്ന 3 ടേംസ് ആണല്ലോ. അപ്പോൾ അതുപോലെ 3 ടേംസ് അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ എക്സാമ്പിൾ ഇവിടെ തന്നെ ഒന്ന് എഴുതി വെക്കാം. 5, 10, 15 അങ്ങനെ പോകുന്നതിൽ അടുത്തടുത്ത 3 ആളുകളുണ്ട്. ഇതിൽ ഈ നടുക്കുള്ള ആൾ ഇതിൻ്റെ മിഡിൽ ടേം ആണ്. ഈ 3 ആൾക്കാരുടെ ഇടയിൽ നടുക്കുള്ള ആളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മിഡിൽ ടേം അല്ല ഇയാൾ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് മിഡിൽ ടേം എന്നും കൂടെ മാർക്ക് ചെയ്യാം. മിഡിൽ ടേം. ഓക്കെ, ഇനി നോക്കിക്കോ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഈ എക്സാമ്പിളിൽ 5-ന്ന് 10 എത്തണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. 10-ന്ന് 15 എത്തണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 തന്നെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ടേം ജസ്റ്റ് ഞാനിവിടെ കുറച്ചൊന്ന് ആൾജിബ്ര യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം, ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നില്ല. ജസ്റ്റ് ഈ ടേം ഒരു എക്സ് ആണെന്ന് വിചാരിക്കുക. എന്താണ് എക്സ്? 5, 10, 15 എന്നൊക്കെ എടുക്കുന്നതിന് പകരം ഞാൻ വെറുതെ എടുത്തു അതൊരു എക്സ് എന്ന് പറഞ്ഞ ടേമാണെന്ന് വിചാരിച്ചു. ഇനി എക്സ് എന്ന് പറഞ്ഞ ഈ ടേമിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ടേമിലേക്ക് പോകാൻ നമുക്കറിയാം സ്വാഭാവികമായിട്ട് എന്ത് കൂട്ടേണ്ടി വരും? കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ കോമൺ ഡിഫറൻസിനെ ഇവിടെ എന്തെന്ന് വിളിക്കുകയാണ്? ഡി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 10 ആണെങ്കിൽ 10-ന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി 5 കൂട്ടി എന്ത് കിട്ടി? 15 കിട്ടി. അപ്പോൾ ഈ 15-നെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 10 + 5 ആണ്. 10 + 5 ചെയ്തിട്ടാണല്ലോ ഈ 15 കിട്ടിയത്. അതുപോലെ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റും ഈ എക്സ് എന്ന് പറഞ്ഞ ടേമിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഇവിടെ കിട്ടുന്ന ടേം കിട്ടുക. അപ്പോൾ ഞാൻ അയാളെ എഴുതി എക്സ് പ്ലസ് കോമൺ ഡിഫറൻസ്, മിഡിൽ ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. മിഡിൽ ടേമിനെ എക്സ് എന്ന് വിളിച്ചുകൊണ്ട് എക്സ് പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. ഇനി നേരെ വായ എക്സാമ്പിളിലേക്ക്. 10-ന്ന് 5 കുറച്ചിട്ടല്ലേ ഈ 5 കിട്ടിയത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ 10 - 5 എന്ന് എഴുതാലോ. അപ്പോൾ അതുപോലെ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്, അതൊന്ന് കോമൺ ഡിഫറൻസ് നമ്മൾ കുറയ്ക്കുകയാണ്. ഈ കോമൺ ഡിഫറൻസിനെ ഞാൻ വിളിച്ചത് ഡി എന്നായതുകൊണ്ട് ഇവിടെ കിട്ടുന്നത് എക്സ് മൈനസ് ഡി എന്ന് പറഞ്ഞ ടേം ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മിഡിൽ ടേമിന് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഈ ടേം അപ്പോൾ എക്സ് പ്ലസ് ഡി ആയി. ഇവിടെ എന്തായി? എക്സ് മൈനസ് ഡി ആയി. ഇനി ഈ ടേംസ് നമ്മളുടെ കണക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് തൽക്കാലം ഈ മിഡിൽ ടേം അവിടെ നിൽക്കട്ടെ, എക്സ് ആണല്ലോ അവിടെ നിൽക്കട്ടെ. ഈ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എന്താ കിട്ടുക? ഇവിടെ എക്സ് മൈനസ് ഡി ഉണ്ട്, ഇവിടെ എക്സ് പ്ലസ് ഡി ഉണ്ട്. എക്സ് മൈനസ് ഡി, ഇവിടെ എക്സ് പ്ലസ് ഡി. ഈ രണ്ടാൾക്കാരും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു പ്ലസ് ഇട്ട് കൊടുക്കണം, വേണമല്ലോ. നോക്കിക്കോ, എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എക്സ് കിട്ടും? 2x കിട്ടും. പിന്നെ മൈനസ് ഡി പ്ലസ് ഡി എന്നാണ് ഇവിടെ സൈഡിൽ ഞാൻ എഴുതാം, മൈനസ് ഡി പ്ലസ് ഡി, വിച്ച് മീൻസ് ഡി മൈനസ് ഡി ആണ്. ഡി മൈനസ് ഡി എന്താണ്? 0 ആണ്, ആണല്ലോ. അപ്പം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 2 × x എന്ന് കിട്ടും, ആണല്ലോ. എടാ, ഇതിനെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടേം എന്ന് വിളിക്കാം, വെറുതെ. ഫസ്റ്റ് ടേം ഇതെന്താണ്? തേർഡ് ടേം. മക്കളെ നോക്കിക്കോ, ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ മിഡിൽ ടേമിൻ്റെ ഡബിളാണ് കിട്ടുക, ട്വൈസ് ആണ് കിട്ടുക. നോക്കിക്കേ, മിഡിൽ ടേം എക്സ് ആണ്, അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2x, വിച്ച് മീൻസ് ഒരു ടേമിൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള ടേമും തൊട്ട് പുറകിലുള്ള ടേമും ജസ്റ്റ് ബിഹൈൻഡുള്ള ടേമും ആഫ്റ്റർ ഉള്ള ടേമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആ മിഡിൽ ടേമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും, ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടെ വരുന്ന പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ 2 ആൾക്കാരെ കൂട്ടിയതിന് പകരം ഈ 3 ആൾക്കാരെ കൂട്ടിയെന്ന് വിചാരിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. തൊട്ട് പുറകിലുള്ള ടേമും
തൊട്ട് മുമ്പിലുള്ള ടേമും കൂട്ടിയാൽ മിഡിൽ ടേമിൻ്റെ ഡബിൾ കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതിക്കൂടെ ഈ ജസ്റ്റ് തൊട്ട് പുറകിലുള്ള ടേം എക്സ് മൈനസ് ഡി, തൊട്ട് മുമ്പിലുള്ള ടേം എക്സ് പ്ലസ് ഡി, ഈ രണ്ടാൾക്കാരെയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. എന്ന് വെച്ചാൽ ഈ രണ്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് ഡിവൈഡഡ് ബൈ 2 ആവുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നുമില്ല, ഈ ടേമും കൂടെ കൂട്ടിയാൽ മിഡിൽ ടേമിൻ്റെ എന്ത് കിട്ടും? സോറി, ഈ ടേമും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ഇനി ഈ രണ്ട് ടേംസ് കൂട്ടിയതിന് പകരം ഞാൻ ഈ കാണുന്ന 3 ടേംസ് ഒന്ന് ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് ഡി ആണ് ഫസ്റ്റ് ടേം, എക്സ് ആണ് അടുത്ത ടേം, എക്സ് പ്ലസ് ഡി ആണ് മൂന്നാമത്തെ ടേം. ഈ 3 ആൾക്കാരെ ഞാൻ പിടിച്ചെന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? നോക്കിക്കോ, എക്സ് 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 3 എക്സ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ 3 എക്സ് എന്ന് കിട്ടും. ഇനി നേരത്തെ പോലെ ഇവിടെ മൈനസ് ഡി ഉണ്ട്, ഇവിടെ എന്തുണ്ട്? പ്ലസ് ഡി ഉണ്ട്. മൈനസ് ഡി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 3 കോൺസിക്യൂട്ടീവ് ടേംസ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടേമിൻ്റെ ത്രൈസ് 3 ടൈംസ് ആണ് കിട്ടുക. അഥവാ ഇവിടെയുള്ള ഇതേപോലെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് തന്നു കഴിഞ്ഞാൽ ആ 3 ആൾക്കാരുടെയും സമ്മ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേമിൻ്റെ എന്തായിരിക്കും? ത്രൈസ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് എഴുതി വെക്കാം, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഈക്വൽ ടു 3 ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട വേറൊരു പ്രോപ്പർട്ടി. 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വേറൊരു സാധനം കൂടെ എഴുതി വെക്കാം എനിക്ക്. ഈ ഇൻറ്റു 3 നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈഡഡ് ബൈ 3 അല്ലേ ആവുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? മിഡിൽ ടേം ഈക്വൽ ടു സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് എസ് അല്ല വരിക, ഡിവൈഡഡ് ബൈ 3. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേം ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അപ്പോൾ ഈ കാര്യം കൂടെ അവിടെ നമ്മൾ പഠിക്കും. ഇനി ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. സോ സാണേ അവിടെ. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇൻ എനി അരിത്തമെറ്റിക് സീക്വൻസ് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേം ഈസ് 3 ടൈംസ് ദ മിഡിൽ ടേം. നമ്മളിവിടെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ളൂ. 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് മിഡിൽ ടേം ആണ്. ഓൾസോ അതിന് വേറെ രീതിയിലും കൂടെ പറയുന്നു. ഇൻ എനി അരിത്തമെറ്റിക് സീക്വൻസ് മിഡിൽ ടേം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് 1/3 ഓഫ് ദെയർ സം. ഒന്നുമില്ലടാ, സമ്മ് കണ്ടിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അതിനെയാണ് നമ്മൾ 1/3 എന്ന് പറയാം. അപ്പോൾ സമ്മിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ഇതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാര്യം. സോ അടുത്ത ചോദ്യം വരുന്നത് 3 കോൺസിക്യൂട്ടീവ് ടേംസിന് മാത്രമാണോ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടക്കുക എന്നുള്ളതാണ്. അല്ല എന്നുള്ളതാണ് ആൻസർ. നമുക്കിവിടെ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ ടോട്ടൽ 1 2 3 4 5 ടേംസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ മിഡിൽ ടേം ഈ കാണുന്ന ആളാണ്. ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള ആൾ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി, തൊട്ട് മുമ്പോട്ട് വരാൻ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പം വീണ്ടും എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കൂട്ടും. അപ്പോൾ 2 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ താഴെ ഒരു ആരോ മാർക്ക് നേരെ കാണിച്ചത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടി വരും? സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നേരിട്ട് ഇവിടേക്ക് ചാടാൻ നോക്കിക്കേ 2 വട്ടം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ 3 ടേംസ് അല്ലേ എടുത്തത്. ആ 3 ടേംസ് എടുത്തത് തൊട്ട് മുമ്പിലും അതേപോലെ തൊട്ട് പുറകിലുമുള്ള ആളേനല്ലേ. ഒരു ടേമിൻ്റെ തൊട്ട് മുമ്പിലും തൊട്ട് പുറകിലുള്ള ആളെയായിരുന്നു. തൽക്കാലം ഇവരെ രണ്ടാളെയും ഞാനിവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ഈ രണ്ടാളും നമുക്ക് വേണ്ട. പകരം ഇവിടെ നിന്ന് 2 പ്ലേസ് മുമ്പോട്ട് ചാടിയിട്ടുള്ള ആളും ഇവിടെ നിന്ന് 2 പ്ലേസ് പുറകോട്ട് ചാടിയിട്ടുള്ള ആളെയും എടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, ഇവൻ എക്സ് ആണ്. കോമൺ ഡിഫറൻസിനെ കളറൊന്ന് മാറ്റി കൊടുക്കാം കാണാൻ. ഇവൻ എക്സ് ആണെന്ന് വിചാരിക്കാം. എക്സ് ആണ്. കോമൺ ഡിഫറൻസിന് തൽക്കാലം ഞാൻ ഡി എന്നാണ് വിളിച്ചതെങ്കിൽ ഇവിടെ 2 ടൈംസ് ഡി കൂട്ടേണ്ടി വരും. ഇവിടെ എക്സ് പ്ലസ് 2d എന്ന് വരും. അതുപോലെ ഇവിടെ കോമൺ ഡിഫറൻസ് ഡി ആണെങ്കിൽ ഇവിടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടി വരും. ഇവിടെ എക്സ് മൈനസ് 2d എന്ന് വരും. ഇനി ഇപ്പോഴും 3 ടേംസ് ഉണ്ട്. ബട്ട് ഈ 3 ടേംസ് കോൺസിക്യൂട്ടീവ് ടേംസ് ആണോ? അല്ല.
നോക്കിക്കേ, ഒരു ടേമിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് പുറകോട്ടും അതേ ഡിസ്റ്റൻസ് മുമ്പോട്ടും ആയിട്ടുള്ള ടേംസാണ്. ഈ ടേംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിയേക്കാം. നോക്കിക്കോ, ഇതിൽ ഇവിടെ വരുന്ന ടേമും ഈ ലാസ്റ്റ് ടേമും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 2d അതുപോലെ എക്സ് പ്ലസ് 2d ഈ രണ്ടാളെയും ആഡ് ചെയ്തു. നേരത്തെ അതേപോലെ എക്സും എക്സും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2x കിട്ടും അല്ലേ? ഇനി നോക്കിക്കോ, മൈനസ് 2d പ്ലസ് 2d മൈനസ് 2d പ്ലസ് 2d എന്ന് വെച്ചാൽ 2d മൈനസ് 2d ഈക്വൽ ടു 0 എന്ന് വരും ആണല്ലോ. അപ്പം ഫസ്റ്റ് ടേമും ആ ലാസ്റ്റ് ടേമും ഞാൻ പ്ലസ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ എന്താ? 2 ടൈംസ് ഈ കാണുന്ന മിഡിൽ ടേം. നേരത്തത് അതേ പ്രോപ്പർട്ടി. ഇനി എല്ലാ ടേമും ഈ 3 ടേമും ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. എക്സ് മൈനസ് 2d പ്ലസ് എക്സ് പ്ലസ് 2d പ്ലസ് എക്സ്. ഓൾറെഡി ഇത് ചെയ്താൽ 2x ആണ് കിട്ടുക നമുക്കറിയാം. അതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 3x ആണല്ലോ. എന്ന് വെച്ചാൽ ഒരു ടേമിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പുറകിലുള്ള ഒരു ടേമും അതേ ഡിസ്റ്റൻസ് മുമ്പോട്ടുള്ളൊരു ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഒരു ടേമും അതിൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പുറകോട്ടുള്ള ടേമും അതേ ഡിസ്റ്റൻസ് മുമ്പോട്ടുള്ള ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3 ടൈംസ് ദാറ്റ് ടേം ആയിരിക്കും. 3 ടൈംസ് ആ സെൻറ്ററിലുള്ള മിഡിലുള്ള ടേം ആയിരിക്കും. ഇനി ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാൾക്കാരെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. ഈ ഡാറ്റയെന്ന് ഈ രണ്ടാൾക്കാരെ കൂട്ടുക, അതിൻ്റെ പകുതി കാണാം. അപ്പോൾ ആ കാര്യം കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. സോ ഇനി വേറൊരു കാര്യം കൂടെ അവിടെ പഠിക്കാം. നമ്മൾ ഈ ടേംസിനെയൊക്കെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം ഈ കാണുന്ന എല്ലാ ടേംസിനെയും കൺസിഡർ ചെയ്യാൻ പോവുകയാണേ. ഇനി ഇവിടെ ഒരു ഡാറ്റയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ടേമിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇതെന്ത് ടേമാണ്? ഒരു മിഡിൽ ടേമാണ്. മിഡിൽ ടേം. ഓക്കെ. ഇനി ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള ടേം എനിക്കറിയാം കോമൺ ഡിഫറൻസ് കുറച്ചതായിരിക്കണം. അപ്പോൾ എക്സ് മൈനസ് ഡി ആയിരിക്കണം. അതിൻ്റെ തൊട്ട് പുറകുള്ളത് എക്സ് മൈനസ് 2d ആയിരിക്കണം. മുമ്പോട്ട് വരുമ്പം എക്സ് പ്ലസ് ഡി ആയിരിക്കണം. വീണ്ടും മുമ്പോട്ട് വരുമ്പം എക്സ് പ്ലസ് 2d ആയിരിക്കണം. ഓക്കെ. നോക്കിക്കോ, എത്ര ടേം ഉണ്ട് ഇവിടെ? ടോട്ടൽ 5 ടേം ഉണ്ട്. ഈ 5 ടേം എഴുതിയതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു മിഡിൽ ടേമിൻ്റെ പുറകിലും മുമ്പിലും സെയിം നമ്പർ ഓഫ് ടേംസ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു മിഡിൽ ടേം ഉണ്ട്, പിറകിൽ 2 എണ്ണം ഉണ്ട്, മുമ്പിലും എന്തുണ്ട്? 2 എണ്ണം ഉണ്ട്. തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പിറകിൽ 1 ഉണ്ടായിരുന്നുള്ളൂ, മുമ്പിലും അതേ എണ്ണം തന്നെയാണ്, 1 തന്നെയാണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇപ്പുറത്തും എന്തുണ്ട്? 2 എണ്ണം ഉണ്ട്. ഇനി നോക്കിക്കോ, ഈ കാണുന്ന ടേംസ് എല്ലാവരെയും കൂടെ ഞാൻ പിടിച്ച് കൂട്ടിയെന്ന് വിചാരിക്കാം. ഇവരെ എല്ലാവരെയും കൂടെ ഞാൻ പിടിച്ച് കൂട്ടി. അപ്പം ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് കാര്യം പറയാം. നോക്കിക്കോ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ടോട്ടൽ എത്ര എക്സ് ഉണ്ടാവും? 5x ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഇവിടെ ഒരു മൈനസ് 2d ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2d ഉണ്ട്. ആ രണ്ടാൾക്കാരും എന്തായി പോവും? ക്യാൻസൽ ആയിപ്പോവും. ഇവിടെ ഒരു മൈനസ് d ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് d ഉണ്ട്. അവർ രണ്ടാളും എന്തായി പോവും? ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഈ 5 ആൾക്കാരെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 5 ഇൻറ്റു എക്സ് അല്ലെങ്കിൽ 5 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയാം. വിച്ച് മീൻസ് സം ഓഫ് these 5 consecutive terms equal to 5 times മിഡിൽ ടേം ആണ്. മിഡിൽ ടേം. ഇനി മക്കളെ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ഒരാളും കൂടെ എന്തായിരിക്കുക? അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2d ആണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് എന്തായിരിക്കും? 3d ആയിരിക്കും. ഇവിടെ എക്സ് മൈനസ് 3d ആയിരിക്കും. ഇപ്പോൾ ടോട്ടൽ എത്ര ടേമായി? 7 ടേമായി. ഇവിടെയും മിഡിൽ ടേം ഉണ്ട്. മിഡിൽ ടേമിൻ്റെ പുറകിൽ 3 എണ്ണം, മുമ്പിൽ എന്തുണ്ട്? 3 എണ്ണം ഉണ്ട്. എടാ, ഈ ടേം ഒക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നോക്കിക്കുക, നേരത്തെ പോലെ ഈ 3dയും ഈ 3d എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഇവിടെ 2xും കൂടെ കൂടും അല്ലേ? അപ്പം 7 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. എന്ത് കിട്ടും? 7 ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ജനറലി ഒരു കാര്യം പറയാം. ഒരു ടേം, ആ ടേമിൻ്റെ പുറകിൽ കുറച്ച് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, സെയിം നമ്പർ ഓഫ് ടേംസ് എന്തുണ്ട്? മുമ്പോട്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഈ എല്ലാവരെയും കൂടെ സമ്മ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു സെൻറ്റൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. നോക്കിക്കോ, ഈ രണ്ടാമത്തെ പോയിൻ്റാണ് പറയുന്നത്. ഇൻ എൻ അരിത്തമെറ്റിക് സീക്വൻസ് സം ഓഫ് എ ടേം, ഒരു ടേമും ആൻഡ് കോൺസിക്യൂട്ടീവ് ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ്. എന്ന് വെച്ചാൽ ഒരു ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടേം, അതിനായിട്ട് അടുത്തടുത്ത് വരുന്ന മുമ്പോട്ടും പിറകോട്ടും സെയിം ഡിസ്റ്റൻസിൽ വരുന്ന ടേംസ്.
ഇനി അതെന്താണെന്ന് പറയുന്നത് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ടേം, ആ മിഡിൽ ടേമിൻ്റെയും ആൻഡ് ദ നമ്പർ ഓഫ് ടേംസിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക. ഇനി ഇതും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കോ. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ടു ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹഡ് ഈസ് ട്വൈസ് ദിസ് ടേം. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഇല്ലേ, നോക്കടാ, പുറകോട്ട് 2 എണ്ണം മാറിയിട്ടും മുമ്പോട്ട് 2 എണ്ണം മാറിയിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാപാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും മറന്നു പോകും. അപ്പോൾ ഇത് കാണാപാഠം പഠിക്കുകയല്ല വേണ്ടത്, ഈ കോൺസെപ്റ്റ് മനസ്സിലാവുക വേണ്ടത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. മക്കളെ നോക്കിക്കോ, ഒരു ടേം ഉണ്ട്. ഈ ടേം തൽക്കാലം ഒരു എക്സ് ആണെന്ന് വിചാരിക്കും. ഈ എക്സിൻ്റെ മുമ്പോട്ടൊരു ടേമും പുറകോട്ടൊരു ടേമും ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ പറയാൻ പറ്റും സം ഓഫ് ടേംസ്, ഈ 3 ആൾക്കാരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ടൈംസ് ഈ മിഡിൽ ടേം ആയിരിക്കും. എന്താണ്? 3 ടൈംസ് ഈ മിഡിൽ ടേം. ഇനി ഈ മിഡിൽ ടേം കിട്ടണമെങ്കിൽ ഈ കാണുന്ന ടേമിൻ്റെയും ഈ കാണുന്ന ടേമിൻ്റെയും സം എടുത്തിട്ട് അതിൻ്റെ പകുതി കൂട്ടിയാലും മതി, അതിൻ്റെ പകുതി കണ്ടാലും മതി. ഇനി അടുത്തത് നോക്കിയോ, അടുത്തത് ഇതേമാതിരത്തെ എക്സാമ്പിൾ വരുന്നത് മിഡിലൊരു ടേം ഉണ്ടായിരിക്കും എക്സ്, അതിൻ്റെ മുമ്പോട്ട് 2 ടേം ഉണ്ടായിരിക്കും, പുറകോട്ട് വന്നിട്ടുണ്ടായിരിക്കും 2 ടേം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെയും ടോട്ടൽ എത്ര ടേം ഉണ്ടോ? ഇവിടെ ടോട്ടൽ 3 ടേംസ് ആയിരുന്നു, ഇവിടെ ടോട്ടൽ 5 ടേംസ് ഉണ്ടായിരിക്കും. ഈ 5 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി, 5 ചെയ്താൽ മതി. ഇനി അങ്ങനെയല്ലെങ്കിൽ ഈ മിഡിൽ ടേം കിട്ടാൻ വേണ്ടിയിട്ട് 5 ടേംസിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. ഇനി അങ്ങനെയല്ലെങ്കിൽ ഈ ടേമിനെയും കൂട്ടിയിട്ട് പകുതി കണ്ടാലും മതി, അതല്ലെങ്കിൽ ഈ 2 ടേം കൂട്ടിയിട്ട് പകുതി കണ്ടാലും മതി. ഇനി അടുത്ത എക്സാമ്പിൾ വരുന്നത് ഒരു ടേം ഉണ്ട്, അതിൻ്റെ മുമ്പോട്ട് 3 ടേം കിടക്കുന്നുണ്ട്, പുറകോട്ടും 3 ടേം കിടക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ടേം വരും? 7 ടേംസ് വരും. എത്ര ടേം വരും? 7 ടേംസ്. ഇനി ഈ 7 ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഈ 7 ആൾക്കാരെയും കൂടെ പിടിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേമിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. അടുത്ത നോക്കിക്കോ, ഒരു ടേം ഉണ്ട് എക്സ്, അതിൻ്റെ മുമ്പോട്ട് 4 ആളുകളുണ്ട്, പുറകോട്ടും 4 ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 9 ആളുകളായി ടോട്ടൽ അല്ലേ, 9 ആളുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മൊത്തം ആളുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ടേം ഇൻറ്റു 9 ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് ടേംസിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ 3, 5, 7, 9 എന്നായിരിക്കും അല്ലേ. 3, 5, 7, 9 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. വിച്ച് മീൻസ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന ആളെന്താണ്? ഓഡ് നമ്പറാണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന ആളെന്താണ്? ഓഡ് നമ്പറാണ്. ഇങ്ങനെ ഓഡ് നമ്പർ ആയാൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ഒരു മിഡിൽ ടേം കറക്റ്റായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ മിഡിൽ ടേം എത്രാമത്തെ ടേമാണെന്ന് മനസ്സിലാക്കുക? ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ 3 ടേമാണുള്ളത് ആണല്ലോ. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഇതിലാരാ മിഡിൽ ടേം ആയിട്ട് വരുന്നത്? സെക്കൻഡ് ടേമാണ്. ഇവിടെ 5 ടേമാണുള്ളത് ആണല്ലോ. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. ഇതിൽ മിഡിൽ ടേം വരുന്ന ആരാ? തേർഡ് ടേമാണ്. അപ്പോൾ ഈ മിഡിൽ ടേം എത്രാമത്തെ ടേമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ്? ഒറ്റ കാര്യമുള്ളൂ, ടോട്ടൽ ടേംസ് ഇല്ലേ 3 എണ്ണാണെങ്കിൽ നിങ്ങൾ 3നോട് 1 കൂട്ടുക, പകുതി കാണുക. 3ൻ്റെ 1, 3 + 1 എത്രയാണ്? 4, 4ൻ്റെ പകുതി എത്രയാണ്? 2. അപ്പോൾ സെക്കൻഡ് ടേം ആയിരിക്കും നമ്മളെ മിഡിൽ ടേം എന്ന് പറയുന്നത്. 5 ടേമാണുള്ളെങ്കിൽ 5നോട് 1 കൂട്ടുക, പകുതി കാണുക. 5 1 കൂട്ടിയാൽ എത്രയാണ്? 6, 6ൻ്റെ പകുതി എത്രയാണ്? 3. അപ്പം തേർഡ് ടേം ആയിരിക്കും നമ്മുടെ മിഡിൽ ടേം. 7 ടേമാണുള്ളെങ്കിൽ 7നോട് 1 കൂട്ടുക, പകുതി കാണുക. 7 1 8, 8ൻ്റെ പകുതി 4. ഫോർത്ത് ടേം ആയിരിക്കും ഈ കാണുന്ന മിഡിൽ ടേം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 9 ടേമാണുള്ളെങ്കിൽ നമ്മൾ 9നോട് 1 കൂട്ടുക, പകുതി കാണുക. 9 1 കൂട്ടിയാൽ 10ആണ്, 10ൻ്റെ പകുതി 5ആണ്. ഫിഫ്ത്ത് ടേം ആയിരിക്കും നമ്മുടെ മിഡിൽ ടേം. നോക്കിക്കേ, 1 2 3 4 ഫിഫ്ത്ത് ടേം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മിഡിൽ ടേം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഈ കാര്യം കൂടെ ഒന്ന് സെൻറ്റൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, സെൻറ്റൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഒന്ന് വായിച്ചു നോക്കാം. The sum of odd number of consecutive terms of an arithmetic sequence is the product of middle term and number of terms. ഒന്നുമില്ല, ഓഡ് നമ്പർ ആണെങ്കിൽ, ടേംസിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് കിട്ടും.
ഇനി മിഡിൽ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, ഈ നമ്പർ ഓഫ് ടേംസ് ഇങ്ങോട്ട് വന്നാൽ മതി. സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. സോ ഇത് ഓഡ് നമ്പർ ആകുമ്പോഴുള്ള കേസാണ്. ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിലോ, അഥവാ 1 ഫോർ എക്സാമ്പിൾ 5, 10, 15 ആകുമ്പോഴുള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. 5, 10, 15, 20 എന്ന് പറഞ്ഞിട്ട് 4 നമ്പർ വന്നാലോ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വേറൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. സോ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. കോൺസെപ്റ്റ് കുറച്ച് ലെങ്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നേശം നമുക്ക് നോക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. അപ്പോൾ അതാണ് തന്നിരിക്കുന്ന ഡാറ്റ. ഫോർത്ത് ടേം ഈക്വൽ ടു 8 ആണ്. ഇനി നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സം ഓഫ് പെയേഴ്സ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ പെയേഴ്സിൻ്റെ സമ്മും കണ്ടുപിടിക്കണം. നോക്കിക്കോ, തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം, സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം, ഫസ്റ്റ് ആൻഡ് സെവൻത്ത് ടേം. ഓക്കെ, അപ്പോൾ ഇതിലൊരാളെ കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ള ആളുകളെ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ ഫോർത്ത് ടേം 8 ആണല്ലോ. ഇനി തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും, അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഫോർത്ത് ടേം നമുക്കറിയാം അല്ലേ? ഫോർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരായിരിക്കും? ഫിഫ്ത്ത് ആയിരിക്കും. ഫോർത്തിൻ്റെ മുമ്പേ തേർഡ് ടേം ആയിരിക്കും, അതിന് മുമ്പേ സെക്കൻഡ് ടേം ആയിരിക്കും, അതിന് മുമ്പേ ഫസ്റ്റ് ടേം ആയിരിക്കും. ആൻഡ് അഗെയിൻ ഫിഫ്ത്ത് കഴിഞ്ഞാൽ സിക്സ്ത്ത്, സെവൻത്ത്, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫോർത്ത് ടേം ഇവിടെ ഉണ്ട്. ഇനി നോക്കിക്കോ, തേർഡിൻ്റെയും ഫിഫ്ത്തിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കളെ നോക്ക്, തേർഡിൻ്റെയും ഫിഫ്ത്തിൻ്റെയും മിഡിലുള്ള ആളല്ലേ ഫോർത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഈ ഫോർത്ത് കിട്ടാൻ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഈ രണ്ടാൾക്കാരെ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പകുതി എടുക്കണം. ഈ രണ്ടാൾക്കാരെ ആഡ് ചെയ്യണം, അതിൻ്റെ പകുതി എടുത്താൽ ഫോർത്ത് ടേം കിട്ടും. വിച്ച് മീൻസ് നമുക്ക് സം ഓഫ് തേർഡ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഫോർത്ത് ടേമായ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 16 ആയിരിക്കും. ഇനി ഇതുപോലെ സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം, സെക്കൻഡ് ടേം പ്ലസ് സിക്സ്ത് ടേം. നോക്കിക്കേ, ഈ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഫോർത്ത് നിന്ന് ഒരു പ്ലേസ് കഴിഞ്ഞു രണ്ടാമത്തെ പ്ലേസിൽ വരുന്ന ആളല്ലേ, അല്ലെങ്കിൽ -2D ആണ് രണ്ടാമത്തെ പ്ലേസിൽ. അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് ആരും വരുന്നത്. ഒരു പ്ലേസ് കഴിഞ്ഞു രണ്ടാമത്തെ പ്ലേസിലാണ് ആര് വരുന്നത്? സിക്സ്ത് ടേം വരുന്നത്. എന്ന് വെച്ചാൽ ബിഹൈൻഡ് ആൻഡ് അഹെഡ് ഒരേ ഡിസ്റ്റൻസിലുള്ള ടേംസിൻ്റെ സമ്മ്, ഈ രണ്ടാൾക്കാരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ ടോയ്സ് ദിസ് മിഡിൽ ടേം ആയിരിക്കും. മിഡിൽ ടേമിൻ്റെ ഇരട്ടി ആയിരിക്കും ആണല്ലോ. അപ്പോൾ അവിടെ എനിക്ക് എന്ത് എഴുതി വെക്കാം? 8 × 2 എത്ര കിട്ടും? 16. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് സെവൻത്ത് ടേം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നോക്കിക്കോ, ബിഹൈൻഡ് ആൻഡ് അഹെഡ്, ഈ ഫോർത്ത് ടേമിൻ്റെ ബിഹൈൻഡ് 3 പ്ലേസ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്. ഇവിടെയോ? ഇവിടെ അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ അല്ലേ. ഇവിടെയും മൂന്നാമത്തെ ആൾ പുറകോട്ട്, ഇവിടെയും മൂന്നാമത്തെ ആൾ മുമ്പോട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാൾക്കാരെ കൂട്ടിയാൽ എന്ത് കിട്ടും? ട്വൈസ് ദ മിഡിൽ ടേം. ഫോർത്ത് ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും. 8 × 2 16. അപ്പോൾ ഈ ആളുകളുടെയൊക്കെ ആൻസർ നമുക്ക് എന്താ കിട്ടുക? 16 എന്നാണ് കിട്ടുക. ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, സോറി, ഇത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയോ, വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം? മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ടേംസിൻ്റെ സം എന്താണ്? അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ മേലെ വരച്ചയിലേക്ക് നോക്കുക. നോക്കിക്കേ, 3, 4, 5 ഈ ആളുകളുടെ സമ്മാണ് ചോദിച്ചത്. ഇത് കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലേ? 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണല്ലേ. അപ്പോൾ അങ്ങനെ ഈ 3 ആൾക്കാരുടെ സമ്മ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് മതി? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. 3 ആൾക്കാരാണുള്ളത്. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ പറ്റും തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം. ഈ 3 ആൾക്കാരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ 3 × ഫോർത്ത് ടേം ആയിരിക്കും. 3 × ഫോർത്ത് ടേം വിച്ച് മീൻസ് 3 × 8 ആണ്. 3 × 8 എത്രയാണ്? 24 ആണ്. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ 24 ആണ്. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം സെക്കൻഡ് ടു സിക്സ്ത്?
2 മുതൽ 6 വരെയുള്ള 5 ടേംസിൻ്റെ സം എന്താണ്? അപ്പോൾ ജസ്റ്റ് കാര്യം ഒന്നുകൂടെ എഴുതി വെക്കാം. സം ഓഫ് 5 ടേംസ് ഫ്രം 2nd to 6th. മക്കളെ, അപ്പോൾ ഈ സാധനം ഞാനൊന്നും കൂടെ കോപ്പി ചെയ്യാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാം. നോക്കിക്കോ, 2nd മുതൽ 6th വരെ, 2nd, 3rd, 4th, 5th, 6th ഈ ആളുകളുടെ സമ്മാണ് ചോദിച്ചത്. ഇത്രയും ആളുകളുടെ സമ്മ. അപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മിഡിൽ ടേം ആരാണ്? 4 ആണ്. നോക്കിക്കേ, ഇവിടെ 5 ടേംസ് അല്ലേ ഉള്ളൂ. 5 ടേംസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. മിഡിൽ ടേം 4th ടേം ആണ്. അങ്ങനെയാണെങ്കിൽ സം എത്രയായിരിക്കും? 4th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5 എന്ന് വെച്ചാൽ 4th ടേം 8 എന്നുള്ളതാണ്. 8 ഇൻറ്റു 5 എത്ര കിട്ടും? 40 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എഴുതി 8 ഇൻറ്റു 5 ഈക്വൽ ടു 40. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ചോദ്യം ഇതാണ്, നിങ്ങൾക്കിപ്പം ഇതുപോലെ എഴുതി നോക്കാതെ ഈ മിഡിൽ ടേം ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെയൊക്കെ എഴുതി നോക്കി ഇപ്പം ഒരുപാട് ടേമൊക്കെ ഉണ്ട് വിചാരിക്കുക. അവിടെ 5ന് പകരം ഫോർ എക്സാമ്പിൾ 100 ടേംസ് എന്നൊക്കെ തന്നു, എന്നിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും വാല്യൂസ് ഒക്കെ തന്നാൽ ഈ മിഡിൽ ടേം 100 എണ്ണം എഴുതി വെക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പം നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സം ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണോ നോക്കുക? ആണ്. 5 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ ഓഫ് ടേം ആണ്. ഏത് മുതൽ ഏത് വരെയാ? 2nd ടേം മുതൽ 6th ടേം വരെയാ അല്ലേ? 2ാമത്തെ ടേം മുതൽ 6ാമത്തെ ടേം വരെയാ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്ന ആൾ ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, ആൻസറിലേക്കുള്ളതല്ല. മിഡിൽ ടേം എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പൊസിഷൻസ് ജസ്റ്റ് കൂട്ടുക. 2ഉം 6ഉം കൂട്ടുക. 2ഉം 6ഉം കൂട്ടി എത്ര കിട്ടുക? 8 കിട്ടും. ആ 8ൻ്റെ പകുതി കാണാം. 8ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ 4th ടേം ആയിരിക്കും നിങ്ങളെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മിഡിൽ ടേമും 4th ടേമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ പൊസിഷൻസ് കൂട്ടുക, പകുതി കാണുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും മിഡിൽ ടേം. ക്ലിയർ ആണല്ലോ? മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, ഇവിടെ നമ്പർ ഓഫ് ടേംസ് 5 ആണ്, 40. അപ്പോൾ ഇങ്ങനെ എഴുതി നോക്കാതെ അങ്ങനെയും കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്, നോക്കി നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേംസ് ഫ്രം 1 to 7? ഓക്കെ, സം ഓഫ് 7 ടേംസ് ഫ്രം 1st to 7th, 1ാമത്തെ മുതൽ 7ാമത്തെ വരെയുള്ള ടേംസിൻ്റെ സം എന്താണ്? സോ ഇത് യൂസ് ചെയ്യാതെ ഒന്ന് പറഞ്ഞു നോക്കി. 1 മുതൽ 7 വരെ അല്ലേ? അപ്പം മിഡിൽ ടേം ആയിരിക്കും. മിഡിൽ ടേം എന്ന് പറയുന്നത് 7ഉം 1ഉം നമ്മൾ കൂട്ടും, പകുതി കാണും. 7ഉം 1ഉം കൂട്ടിയാൽ 8 ആണ്. 8ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4th ടേം ആയിരിക്കും നമ്മളുടെ മിഡിൽ ടേം. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ പറ്റും 4th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7. ഇനി നോക്കിക്കോ, 4th ടേം 8 ആണ്. 8 ഇൻറ്റു 7 ആണ്. 8 ഇൻറ്റു 7 എത്രയാണ്? 56 ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഇത് കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് വെറുതെ എഴുതി നോക്കുക, 7 ടേം എഴുതി നോക്കുക, നടുക്ക് വരുന്ന ആൾ ആരാണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, 56 എന്നുള്ള ആൻസർ കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ 4 ക്വസ്റ്റ്യൻസ് അവിടെ നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്. സോ ആ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2. എഴുതി തന്നെ പോവാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ആൾ 2 ആണ്. ഞാൻ തൽക്കാലം ഡി എന്ന് വിളിച്ചു. ഡി 2 ആണ്. കോമൺ ഡിഫറൻസ് എഴുതാൻ മടിച്ചത് കൊണ്ടാട്ടോ ഡി എന്ന് എഴുതിയത്. ഇനി ദ സം ഓഫ് 9th, 10th, 11th ടേം ഈസ് 19. അപ്പോൾ നോക്കിക്കോ, 9th ടേം പ്ലസ് 10th ടേം പ്ലസ് 11th ടേം, ഈ 3 ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 90 കിട്ടും, 90 കിട്ടും. നമ്മളോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം. സോ തന്ന ഡാറ്റയിൽ നിന്ന് നേരിട്ട് ആദ്യത്തെ 3 ടേംസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്കിവിടെ 9th, 10th, 11th കൂട്ടിയാൽ 90 കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടേമായ 10th ടേം നമുക്ക് കണ്ടുപിടിച്ചൂടെ? 10th ടേം എന്തായിരിക്കും? 10th ടേം അല്ലെങ്കിൽ മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണുള്ളത് അല്ലേ? 90 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. 10th ടേം 30 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച വീഡിയോകളിലൊക്കെ ചെയ്ത പോലെ 10th ടേം എന്ന്
ഫസ്റ്റ് ടേമിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ടാണ് സഞ്ചരിക്കേണ്ടത്. എത്ര സഞ്ചരിക്കണം? 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9 ടൈംസ് കോമൺ ഡിഫറൻസ് സഞ്ചരിക്കണം. അപ്പം 10th ടേം മൈനസ് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. നോക്കിക്കോ, 10th ടേം 30 മൈനസ് 9 ഇൻറ്റു 2, 30 മൈനസ് 18 എന്ന് കിട്ടും. 30 നിന്ന് 18 കുറച്ചാൽ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 30 നിന്ന് 18 കുറച്ചാൽ എത്രയാണ്? 12 അല്ലേ? 12 ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം 12 കിട്ടിയാൽ നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ ടേം 12. കോമൺ ഡിഫറൻസ് നമ്മളിവിടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ 2 ഇങ്ങനെ കൂട്ടി പോകണം. 2 കൂട്ടി കഴിഞ്ഞാൽ 14, പിന്നെയും കൂട്ടി കഴിഞ്ഞാൽ 16, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സീക്വൻസ്. ഓക്കെ, സോ 30 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. 30 മിനിറ്റിൽ ലാസ്റ്റിലെ ഒരു 10 മിനിറ്റ് മാത്രമേ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി 20 മിനിറ്റ് നമ്മൾ കോൺസെപ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ താങ്ക് യു.